പ്രശാന്ത് വിഹാറിൽ ഈ കാണുന്ന യുണൈറ്റി ഗ്രൂപ്പിൻ്റെ PVR തിയേറ്റർ അടക്കമുള്ള മോളിൽ നിന്നും ഏകദേശം 100 മീറ്റർ മാത്രം പുറകോട്ട് മാറിയാണ് ഈ സ്ഫോടനം ഉണ്ടായിരിക്കുന്നത്. നമുക്ക് നേരിട്ട് ആ ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഈ ഒരു പാർക്ക് വലതുവശത്തായിട്ട് കാണാം. ആ പാർക്കിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള മതിലിനോട് ചേർന്നാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. തീവ്രത വളരെ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ ആ സമീപത്തുള്ള മറ്റ് കടകളിലേക്കൊന്നും തന്നെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല. സമീപത്ത് വാഹനങ്ങൾ കിടക്കുന്നുണ്ട്. വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. വലിയ രീതിയിലുള്ള ആൾനാശങ്ങളിലേക്കും പോയിട്ടില്ല. ഇതുവഴി വന്നിരുന്ന 2 ഓട്ടോറിക്ഷ, ആ ഓട്ടോറിക്ഷ ഓടിച്ചു കൊണ്ടിരുന്നവർ ഈ സ്ഫോടന സമയം ചില്ല് പൊളിഞ്ഞ് അവരുടെ കണ്ണിന് താഴെയായി തറച്ചുകൊണ്ട് ചെറിയ പരിക്കുകൾ മാത്രമാണ് ഏറ്റിരിക്കുന്നത്. അവരെ ആശുപത്രിയിലാക്കി പ്രാഥമിക ശുശ്രൂഷ നൽകി അവരെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാവുന്നത്. NSG, അതുപോലെ തന്നെ ഡൽഹി പോലീസ്, ലോക്കൽ പോലീസ്, സ്പെഷ്യൽ സെല്ല്, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡും ബോംബ് സ്ക്വാഡിൻ്റെ 1-ലധികം സംഘങ്ങൾ, ഇവരെല്ലാവരും ചേർന്നുള്ള സംയുക്ത അന്വേഷണമാണ്, പരിശോധനയാണ് ഈ പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ ഫോറൻസിക് സംഘവും എത്തിയിട്ടുണ്ട്. അതിന് പ്രധാന കാരണം ഈ സ്ഫോടനം നടന്ന ആ പ്രദേശത്ത് വെച്ച് ഒരു വെളുത്ത കളർ പൊടി കണ്ടെത്തിയിട്ടുണ്ട്. അതായത് കൃത്യം 1 മാസം മുൻപ് ഇതേ പ്രശാന്ത് വിഹാറിൽ CRPF സ്കൂളിൻ്റെ മതിലിനോട് ചേർന്ന് സ്ഫോടനം ഉണ്ടായിരുന്നു. അവിടെയും ഇതേ വെള്ളപ്പൊടി തന്നെയാണ് കണ്ടെത്തിയത്. CCTV എല്ലാം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ തവണയുണ്ടായ CRPF സ്കൂളിൻ്റെ സമീപത്തെ സ്ഫോടനത്തിൽ ഇപ്പോഴും ഒരു തുമ്പ്, അതായത് എങ്ങനെ ഉണ്ടായി എന്നുള്ള കാര്യം, ആരാണ് കാരണക്കാരെന്നതും ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അതേ പ്രശാന്ത് വിഹാറിൽ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇപ്പോഴും അന്വേഷണം നടക്കുന്നു എന്നേ പറയാൻ സാധിക്കുള്ളൂ. കൃത്യമായിട്ടുള്ള വിവരം, അല്ലെങ്കിൽ ഈ സമീപത്തു നിന്നും ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെ അല്ലെങ്കിൽ ആര് ഇത് പ്ലാൻ ചെയ്തു എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത എന്തായാലും ഇതുവരെയും വന്നിട്ടില്ല. ഇനി സമീപത്തെ മറ്റ് കടകളിലെ CCTV ദൃശ്യങ്ങൾ കൂടി എടുത്ത് ഒരു വിശദമായിട്ടുള്ള വ്യാപിപ്പിച്ചുകൊണ്ടുള്ള തിരച്ചിലിലേക്കാണ് എന്തായാലും അന്വേഷണ സംഘം പോകുന്നത് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. പ്രശാന്ത് വിഹാറിൽ നിന്നും ജിഷ്ണു ബാലകൃഷ്ണനൊപ്പം അർജുൻ പീതാംബരൻ, മാതൃഭൂമി ന്യൂസ്.